നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ബൈനാൻസിൽ എങ്ങനെ P2P ചെയ്യാമെന്നാണ്. P2P ബൈയിങ്ങും സെല്ലിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബൈനാൻസിൽ നമുക്ക് ബാസറെക്സിലോ വേറെ ഏതെങ്കിലും ചെയ്യണ കൂട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ട് ഒരു സാധനം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ P2P ചെയ്യണം. P2P എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീനെ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ BUSD എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ക്രിപ്റ്റോ വെച്ചിട്ടാണ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ബൈയിങ്ങും സെല്ലിങ്ങും കാണിക്കേണ്ടത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇപ്പോഴത്തെ USDTയുടെ റേറ്റാണ്. റേറ്റ് എന്ന് വെച്ചാൽ 74.20 ഇപ്പോഴത്തെ റേറ്റ്. ഈ കാണുന്ന റേറ്റ് ഉണ്ടോ, 74.20. അത് നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി. USDT റേറ്റ് മാർക്കറ്റിൽ പോയാലും കിട്ടും. അപ്പോൾ ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റും. 74.20 ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. ഇനി നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തുള്ളൊരു പ്രൈസുള്ള സാധനം മേടിക്കണം, അതിൽ ലോവസ്റ്റ് പ്രൈസ് ആയിട്ടുള്ളത്. ട്രേഡ്സിൽ പോവാം. ട്രേഡ്സിൽ പോയി കഴിഞ്ഞിട്ട് P2P പോവാം. P2P പോയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ പേരുടെ കാണാൻ പറ്റും. 75.98, 75.98, 76 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. ചെറുതിൽ നിന്ന് വലുതിലായിട്ടാണ് പ്രൈസ് കൊടുത്തേക്കുന്നത്. ചിലർ 30 ദിവസമാണ് നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 30 ദിവസം ആയവർക്ക് മാത്രമാണ് ബൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഇതിട്ടേക്കുവാണ്. ചിലർ ലിമിറ്റഡ് ആണ് കണ്ടോ, ലിമിറ്റ് 3000 to 8000 എന്നൊക്കെ ഇട്ടാണുണ്ടോ. അപ്പോൾ 3000 രൂപയുടെ മിനിമം 3000 രൂപയുടെ USDT നമ്മൾ മേടിക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഒരു 1000 ടൈപ്പ് ചെയ്യാം. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. UPI കൊടുക്കാം, എസ് അടിക്കാം. 76.25 ഉണ്ട്, 76.78 ഉണ്ട്, പിന്നെ താഴത്തോട്ട് കൂടുതലാണ്. 76.25 ക്ലിക്ക് ചെയ്യുമ്പോൾ 60 ദിവസമെങ്കിലും മിനിമം ആവണം എന്ന് പറയാണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ താഴത്തെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 500 രൂപയ്ക്കാണ് ഞാൻ മേടിക്കാൻ പോകുന്നത്. ബൈ ഫിയാറ്റ് എന്നാണ് അടിക്കേണ്ടത്, ബൈ ക്രിപ്റ്റോ അല്ല, ബൈ ഫിയാറ്റ് എന്ന് അടിക്കുക. 500 അടിക്കുക. 500 അടിച്ച് കഴിയുമ്പോൾ നമുക്ക് 6.51 USDT ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബൈ ഫിയാറ്റ് അടിച്ചിട്ട് 500 അടിക്കുക, ബൈ USDT അടിക്കുക. അപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് 6.51 USDT കിട്ടും. ഓക്കെ ആയി ഗോട്ടിട്ട് അടിക്കുക. ട്രാൻസ്ഫർ ഫണ്ട് എന്നുള്ള അടിക്കുക. ട്രാൻസ്ഫർ ഫണ്ട് എന്നുള്ള അടിച്ച് കഴിയുമ്പോൾ അയാളുടെ UPI ID വരും. നമുക്ക് UPI ആണ് വേണ്ടത്. ഓക്കെ ഗോട്ടിട്ട് അടിക്കുക. അപ്പോൾ അയാളുടെ UPI ID കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഗൂഗിൾ പേയിൽ പേസ്റ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ അത് ട്രാൻസാക്ഷൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ട്രാൻസ്ഫേർഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. കൺഫേം അടിക്കുക, എഗ്രി ചെയ്യണം, കാരണം നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ 15 മിനിറ്റ് അവർക്ക് സമയം കൊടുക്കണം. 15 മിനിറ്റിനുള്ളിൽ അവർ റിലീസ് ചെയ്യും. കണ്ടോ, 15 മിനിറ്റിനുള്ളിൽ നമുക്ക് അത് റിസീവ് ആവുന്നതാണ്. ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം 15 മിനിറ്റ്. 15 മിനിറ്റിനുള്ളിൽ റിസീവ് ആയില്ലെങ്കിൽ നമുക്ക് അപ്പീൽ അടിക്കാൻ പറ്റും. ഇതിൽ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അയാളായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അയാളുടെ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാനൊക്കെ പറ്റും. കണ്ടോ, നമ്മുടെ പൈസ സെൻഡായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു USDT ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഡൺ അടിക്കുക. ഇപ്പോൾ ഞാൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു, കാരണം നമുക്ക് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് USDT കിട്ടി. ഇനി നമ്മുടെ USDT എവിടെ കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റിൽ പോവാം. വാളറ്റിൽ പോയി കഴിഞ്ഞിട്ട് P2P പോവാം. P2P പോയി കഴിയുമ്പോൾ നമ്മുടെ USDT 6.51 USDT നമുക്ക് കിട്ടും. ഇപ്പോൾ USDTക്ക് നമുക്ക് 500 രൂപ 30 രൂപ നഷ്ടത്തിലാണ് നമ്മൾ മേടിച്ചത്, പക്ഷേ നമുക്ക് USDT കിട്ടി. ഇപ്പോൾ P2Pയിലെ ബൈയിങ്ങിൻ്റെ ഓപ്ഷൻസ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ട്രേഡ്സിൽ പോവാം. ട്രേഡ്സിൽ പോയി കഴിഞ്ഞിട്ട് P2Pയിൽ പോവാം. P2Pയിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ P2P എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേരിയസ് ആയിട്ടുള്ള നമുക്ക് പ്രൈസ് കാണാൻ പറ്റും. ഒരു USDTക്ക് 77 രൂപയാണ് ഇയാൾ ചാർജ് ചെയ്യണത്. ഒരു USDTക്ക് 77.50 ഇയാൾ ചാർജ് ചെയ്യണത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കണം, ലിമിറ്റ് നോക്കണം. 500 രൂപയാണ് നമ്മുടെ 500 രൂപയുടെ USDT ആണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ 500 രൂപ ലിമിറ്റ് വെച്ചിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേടിക്കണം. അപ്പോൾ ഇതിലേതും ഏറ്റവും റേറ്റ് കുറഞ്ഞ ആളുടെ മേടിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്രസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ മേടിക്കാം കേട്ടോ. എക്സ്പ്രസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക്
റെഫറൻസ് പ്രൈസ് എന്ന് വെച്ചാൽ 76 രൂപയാണ്. 76 രൂപയാവും ഒരു USDTക്ക് ഇതിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ. മറ്റേന്ന് മേടിക്കുകയാണെങ്കിൽ 77 രൂപയാവും. അപ്പോൾ ഇതിൽ നിന്ന് മേടിക്കുക, ചില സമയത്ത് മറ്റേതിലായിരിക്കും കുറവ്. ചില ആൾക്കാർ നല്ല റേറ്റ് കുറച്ചൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുക. അല്ലെങ്കിൽ എക്സ്പ്രസ്സിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എളുപ്പം 1 ക്ലിക്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഇനി നമുക്ക് സെല്ലിങ് നോക്കാം. സെല്ലിങ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഞാൻ ബാക്കിൽ നിന്ന് തൊട്ട് കാണിച്ചു തരാം. ട്രേഡ്സിൽ പോവാം. ട്രേഡ്സിൽ പോയി കഴിഞ്ഞിട്ട് P2Pയിൽ പോവാം. P2Pയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അടിക്കുക, എന്നിട്ട് കൺഫേം അടിക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന്, അതായത് നമ്മൾ സെല്ലിംഗ് ആണ് ചെയ്യണം. അപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിന് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് 500 ലിമിറ്റുള്ള 500 രൂപയുടെ USDT ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 500 ലിമിറ്റുള്ള ആളുടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അയാളുടെ പ്രൈസ് ഉണ്ട് 74 രൂപയാണ് പ്രൈസ് പറഞ്ഞേക്കണേ. താഴത്തോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതിലും കുറഞ്ഞ പ്രൈസുകളാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ആൾക്കാരുടെ തന്നെയായിരിക്കും ഏറ്റവും കൂടിയ പ്രൈസ്. സെല്ല് ചെയ്യുമ്പോൾ കൂടിയ പ്രൈസിനാണല്ലോ സെല്ല് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന കൊണ്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആഡ്സിൽ പോവുക, പോസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ 2 ടൈപ്പ് ആഡ് നമുക്ക് പോസ്റ്റ് ചെയ്യാം, ബൈ ആഡും സെൽ ആഡും. അപ്പോൾ രണ്ടും പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 100 USDT എങ്ങാണ്ട് മിനിമം ബാലൻസ് വേണം, എന്നാലാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ബാക്ക് അടിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 100 USDT നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ P2Pയിൽ ഞാൻ സെല്ലിങ് ചെയ്യാൻ പോവാണ്. സെല്ലിങ് ചെയ്യാനായിട്ട് P2Pയിൽ പോവാം, സെല്ലിൽ പോവാം. സെല്ലിൽ എന്ന് വെച്ചാൽ 74.26 ഇയാൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പ്രസ്സിൽ നോക്കാം. എക്സ്പ്രസ്സിൽ എത്ര പ്രൈസ് പറഞ്ഞാണെന്ന്. രണ്ടാമത്തെ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സെല്ലിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ബൈ ആയിരുന്നു, ഇപ്പോൾ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മാക്സിമം USDT മാക്സ് എന്ന് അടിക്കുക. 6.99 USDT ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് റെഫറൻസ് പ്രൈസ് 75.32 നമുക്ക് കിട്ടും. 0 ഫീ ആണ്, ഫീസൊന്നും എടുക്കില്ല. സെല്ലടിക്കുക. സെല്ലടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. UPI ആണ് ഞാൻ ക്ലിക്ക് ചെയ്യണത്. UPI എൻ്റെ UPIയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി കാണിക്കും. നമ്മുടെ 519 എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബൈയേഴ്സ് പേയ്മെൻറ്റ് കണ്ടോ, ബൈയേഴ്സ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. UPI ആണ് തന്നത് കേട്ടോ. 29 മിനിറ്റ് ടൈമുണ്ട്. അതിനുള്ളിൽ ബൈയേഴ്സ് പേയ്മെൻറ്റ് നടക്കുന്നതാണ് പറയണേ. നമുക്ക് നോക്കാം. ചാറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അയാളുടെ ഫോൺ നമ്പർ ഉണ്ടാവും. ആ ഫോൺ നമ്പറിലായിട്ട് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പൊക്കെ ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് പൈസ അയക്കാൻ പറഞ്ഞിട്ട് വാട്സപ്പൊക്കെ ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ ചെയ്യണില്ല, ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. അയാൾക്ക് സമയം കൊടുക്കാം. റെഫറൻസ് പ്രൈസ് ആദ്യം നമ്മൾ എക്സ്പ്രസ്സിൽ കണ്ടത് 75.32 കണ്ടാണ്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പ്രൈസ് എന്ന് വെച്ചാൽ 74.26 അതാണ് നമുക്ക് സെല്ല് ചെയ്യുമ്പോഴുള്ള ടോപ്പ് പ്രൈസ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് എക്സ്പ്രസ്സിൽ 74.26 കാണിച്ചിരുന്നത്. അപ്പോൾ എക്സ്പ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെല്ലറിനെ തപ്പി നടക്കാണ്ട് ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സെല്ലറിനെ നമുക്ക് സെല്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏറ്റവും പ്രൈസ് കൂടുതൽ നമുക്ക് കിട്ടും എക്സ്പ്രസ്സിൽ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടാവും, എനിക്ക് 500 രൂപയാണ് നേരത്തെ ഉണ്ടായിരുന്നത്, 500 രൂപയുടെ USDT ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 519 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ 6.5 USDT ആയിരുന്നു. ഇപ്പോൾ 6.99 USDT ഉണ്ട്. അത് ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ബൈനാൻസിൽ തന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ വീഡിയോ ഇടാം. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യണ ഒരു 22 മിനിറ്റാണ് പറഞ്ഞാണ് സമയം. ഓക്കെ, നമുക്ക് പ്രൈസ് അയാൾ ഇട്ടുണ്ട്, എനിക്ക് മെസ്സേജ് വന്നു. ഇപ്പോൾ കൺഫേം അടിക്കാൻ പോവാണ് ഞാൻ. കൺഫേം അടിച്ചു. ഇനി ഫോൺ നമ്പറിലായിട്ട് OTP സെൻഡ് ചെയ്യണം. അതിന് വേണ്ടി സെൻഡ് കോഡിൽ ക്ലിക്ക് ചെയ്യണം. ഫോൺ നമ്പറിലായിട്ട് വെരിഫിക്കേഷൻ കോഡ് വന്ന് അടിക്കണം. 970988. ഓക്കെ, ഇപ്പോൾ നമ്മുടെ USDT 6.99 എന്നുള്ള USDT നമ്മളയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. 519 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കയറി. അപ്പോൾ ഇതാണ് P2Pയിൽ എക്സ്പ്രസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. P2Pയിൽ നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോൾ നമ്മുടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 74.27 ആയിരുന്നു. അതും ആൽഫ ട്രേഡേഴ്സ് തന്നെയാണ്. നമ്മൾ എക്സ്പ്രസ്സിൽ സെല്ല് ചെയ്ത പ്രൈസ് എന്ന് വെച്ചാൽ 74.26 ചെറിയ വ്യത്യാസമുള്ളൂ.
അതും ആൽഫ ട്രേഡേഴ്സ് തന്നെയാണ്. അപ്പോൾ എക്സ്പ്രസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള, ഇപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൈസുള്ള ആൾക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ബൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. അതാണ് എക്സ്പ്രസിൻ്റെ ഗുണം. 1 ക്ലിക്കാണ്. ട്രേഡ്സിൽ നമ്മൾ P2Pയിൽ അഡ്വർടൈസ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ആദ്യം ഓണാക്കിയായിരുന്നു. അത് എങ്ങനെ ഓഫ് ചെയ്യാൻ നോക്കാം. ഓഫ് ചെയ്യാനായിട്ട് പഴയൊരു മോഡിലായിട്ട് മാറ്റണമെങ്കിൽ പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞിട്ട് സ്വിച്ച് ടു ഓർഡർ മോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഴയ മോഡിലോട്ട് വരും. ഇനി നിങ്ങൾക്ക് വീണ്ടും അഡ്വർടൈസ്മെൻറ്റ് മോഡ് ചെയ്യണമെങ്കിൽ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് മോഡ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് മോഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്താണ്. വലിയ എമൗണ്ട് USDT ഒക്കെ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ ആഡൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഇനി അഡ്വർടൈസ്മെൻറ്റ് മോഡിൽ നിന്ന് മറ്റേലോട്ട് വരാനായിട്ട് പ്രൊഫൈലിൽ പോവുക, സ്വിച്ച് ടു ഓർഡർ മോഡോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്, സ്പോട്ട് ട്രേഡിംഗ് ഒക്കെ നോക്കാനുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ P2P നിങ്ങൾക്ക് ഭയങ്കര പാടാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈനാൻസും ബാസറക്സോടെയും കണക്ട് ചെയ്യുക. അതിനുള്ള ട്യൂട്ടോറിയൽ ഞാൻ ഉടനെ ഇടാം. ഫോൺ വഴി കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇടാം. അത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസറക്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പൈസ കൊടുത്തിട്ട് ഡയറക്റ്റ് USDT അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും. ഏത് ക്രിപ്റ്റോ വേണമെങ്കിലും മേടിക്കാൻ പറ്റും. മേടിച്ച് കഴിഞ്ഞിട്ട് അത് ഡയറക്റ്റ് ബൈനാൻസിലായിട്ട് നമുക്ക് ഒറ്റ ഫീസും ഇല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. തിരിച്ച് ബൈനാൻസിൽ നിന്ന് ബാസറക്സിലായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.